കോൺഗ്രസ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ സാമ്പത്തിക തട്ടിപ്പ് എന്ന് പരാതി. രമ്യ ഷിയാസിനെതിരെയാണ് പരാതി. വസ്ത്രവ്യാപാര ബിസിനസ്സിൽ ഉൾപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി 80 ലക്ഷം തട്ടിയതായാണ് ആക്ഷേപം. ഒരു പ്രമുഖ വസ്ത്രവ്യാപാരശാലയുടെ പേരും തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നു. വാങ്ങിച്ചിട്ട് എനിക്കിപ്പോൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ പൈസയില്ല. സർജറി ചെയ്തത് പാർട്ടി ഫണ്ടിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ സർജറി ചെയ്തത് കഴിഞ്ഞ ജനുവരിയിലാണ് പൈസ വീണത്. അതൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇവിടെ 20ഓളം പെണ്ണുങ്ങൾ ഇവിടെ തന്നെ പറ്റിക്കലായിട്ട് വന്നിട്ട് ഇവിടെ ഞങ്ങൾക്ക് നീതി കിട്ടൂല എന്നാ പറയണ. രമ്യ അമ്പിലും ബില്ലിലും അടുക്കണില്ല എന്ന് ഇവിടുത്തെ പറയും. അപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. FIR ഇട്ട കോപ്പികളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അവരെ വിളിപ്പിക്കേ ജസ്റ്റ് അവരോട് എന്താ കാര്യം, രമ്യ പൈസ തരൂല എന്ന് തന്നെയാണ് ഇപ്പൊ പോലീസുകാരും പറയണത്. ഒരുപാട് കൊടുത്തിട്ടുണ്ട് എറണാകുളം പോലീസ് സ്റ്റേഷനിൽ. അവരും പറഞ്ഞത് ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കുക, നിങ്ങൾ താമസിക്കുന്ന ഇവിടെ അല്ലേ, ചേരാനല്ലൂരല്ലേ, അപ്പൊ ഇവിടെ സംസാരിക്കുക, എന്നിട്ട് ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ കുറെ 30 പേരോളം ഉണ്ട് ഞങ്ങളുടെ. കല്യാൺ സിൽസ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കവളിപ്പിച്ചത്. കല്യാൺ സിൽസിൽ ഇങ്ങനെ തുണിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ കവളിപ്പിച്ചത്. അങ്ങനെ 10,000 രൂപയ്ക്ക് 20,000 രൂപയാണ് ഒരു പലിശയായിട്ട് ഞങ്ങൾക്ക് തന്നത്. അപ്പൊ ആദ്യം 2 പ്രാവശ്യം ഞങ്ങൾക്ക് തന്നിട്ട് ഇല്ലാന്ന് പറഞ്ഞില്ല, തന്നിരുന്നു. അങ്ങനെയാണ് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾ പണം ഇങ്ങനെ ബിസിനസ്സിലോട്ട് ഇട്ട് ഇപ്പൊ മുച്ചത്തമ്പുല എന്ന് പറഞ്ഞ ലോണൊക്കെ എടുത്തിട്ട് ഇവര് ആയിട്ട് കുറെ പൈസകൾ അങ്ങാടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അയൽവക്കം, പിന്നെ 3 പേരുടെ വീടിന്റെ പണി പൂർത്തിയാണ്ട് പൊളിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കെട്ടിക്കൊടുക്കാൻ എല്ലാ പാർട്ടിയുടെ INTUCയുടെ ഒരു പാർട്ടിയുടെ ഇതിലാണ് ഇവർ പറയുന്നതും. ഇതൊക്കെ ആക്കിയിട്ട് നമുക്ക് അറിഞ്ഞൂടല്ല ചതി ഇതിലെ കൂടിയിരിക്കുന്നു വന്നേന്ന്. ഇപ്പൊ നിന്റെ പൈസ തരൂലെന്ന് തന്നെ ഇവിടെ പോലീസുകാരോട് പറഞ്ഞു. അവർ അമ്പിലും ബില്ലിലും അടുക്കുന്നില്ല. അവരോട് ഞങ്ങൾ എന്ത് പറയാനാണെന്ന് പോലീസുകാർ പറയണം. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുധീഷ്, ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയൊരു തട്ടിപ്പ് തന്നെയാണ് നടന്നതും, അതും ഒരു കോൺഗ്രസ് നേതാവ്. രജനി, ഇത് 2021 മുതലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു തുടർ നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഈ പണം സാധാരണക്കാരായ സ്ത്രീകളിൽ നിന്നുമാണ് തട്ടിയെടുത്തിരിക്കുന്നത്. എന്നാൽ അവർക്ക് നീതി ലഭിക്കത്തക്ക ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇവർ കേരള കോൺഗ്രസ് എസിന്റെ നേതാവാണ്. എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. രമ്യ ഷിയാസ് എന്നാണ് ഇവരുടെ പേര്. ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് ഇവരുടെ ഇതുവരെയുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന്റെ പേരിൽ ഒരാളെ, പ്രവീൺ എന്ന യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ചിരുന്നു. ഈ കേസിലും മറ്റും ജാമ്യം എടുപ്പിക്കുന്നത് ഇതിൽ പെട്ടവരെ കൊണ്ട് തന്നെയാണ് ജാമ്യമടക്കം നിർത്തുന്നത്. ആ രീതിയിൽ വലിയ രീതിയിൽ തട്ടിപ്പ് തുടരുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയത്. അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പണം കൊടുത്താൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തുക ഇരട്ടിയാക്കി നൽകും എന്ന് പറഞ്ഞായിരുന്നു ഒരു തട്ടിപ്പ്. അതോടൊപ്പം തന്നെ ഒരു ട്രാൻസ്ജെൻഡർ വനിതയെ അവരുടെ ശസ്ത്രക്രിയയ്ക്കും മറ്റും ശേഷം ആ സമയത്ത് ഇവരെ സഹായിക്കാനായി ഒപ്പം നിന്നുകൊണ്ട് അവരുടെ പണം തട്ടിയെടുത്തതായും പരാതിയുണ്ട്. ഇത്തരത്തിൽ വ്യാപക പരാതി വന്നിട്ടും ഇതുവരെയും പോലീസ് ഇവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യവും നമ്മളെല്ലാം അമ്പരിപ്പിക്കുന്നതുമായ കാര്യം. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും അനാസ്ഥ തുടരുന്നത്. ഇവര് മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ട് പോലും കൃത്യമായി നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏതോ തരത്തിൽ രാഷ്ട്രീയമായി ഇവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. ആ രീതിയിലുള്ള ഇടപെടലിൽ തന്നെയാണ് പോലീസിനെ ഇത്തരത്തിൽ നിഷ്ക്രിയമാക്കുന്നതെന്ന് വേണം നമുക്ക് അനുമാനിക്കാനും. നിരവധി പേരിൽ നിന്നും 10 ലക്ഷത്തിലധികം രൂപയാണ് പലർക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവർ വായ്പ എടുത്തും മറ്റുമാണ്, അയൽക്കൂട്ടങ്ങളിൽ നിന്നും മറ്റും എടുക്കുന്ന വായ്പ അടക്കമുള്ള തുക എല്ലാം തന്നെ തട്ടിയെടുത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ബാങ്ക് വഴി പണം കൈമാറിയിട്ടുള്ളത് ഏതാനും പേർ മാത്രമാണ്. ബാക്കി എല്ലാവരും തന്നെ പണം നേരിട്ട് കയ്യിൽ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എന്ത് തെളിവാണുള്ളതെന്നതാണ് ഇവർ ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസും അത്തരത്തിൽ രേഖകളുണ്ടോ എന്ന ചോദ്യം ചോദിച്ചാണ് പലരെയും പരാതിയുമായി എത്തുമ്പോൾ നിരുത്സാഹപ്പെടുത്തിയും മടക്കി അയക്കുന്നതും. രജനി, സുധീഷ്, ഇവിടെ വ്യക്തമാവുന്നൊരു കാര്യം, ഈ കോൺഗ്രസിന്റെ നേതാവാണ്, എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രമ്യ ഷിയാസാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പറയുമ്പോഴും സുധീഷ് പറഞ്ഞതുപോലെ തന്നെ ഇത് വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു തട്ടിപ്പാണ്. ഇതിൽ പരാതി പറയാൻ ചെല്ലുമ്പോൾ തന്നെ പോലീസ് പറയുന്നത് ഇതിന് എന്തൊരു തെളിവ് ആണ് ഉള്ളതാണ്. ഇപ്പോൾ 80 ലക്ഷം രൂപയാണ് തട്ടിയത്. പക്ഷേ ഈ തെളിവില്ലാതെ എത്രയധികം ലക്ഷം രൂപ തട്ടിയിട്ടുണ്ടാവാം, വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്.
രജനി, അത് തന്നെയാണ്. അതിനിടയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. കോൺഗ്രസ് എസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അതായത് കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പാർട്ടിയെ കോൺഗ്രസ് എസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അവര് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ആ സ്വാധീനം എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നതും. ഇവർക്കും ഒരു വസ്ത്രവ്യാപാരശാല ഉണ്ടായിരുന്നു. ആ തരത്തിൽ വസ്ത്രവ്യാപാരം നടത്തുന്നതിനുള്ള സാമ്പത്തികം അതിലേക്ക് നിക്ഷേപിച്ചാൽ ഇരട്ടിയാക്കി നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. ഏറ്റവും സാധാരണക്കാരായ, ഇല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പിന് പെട്ടെന്ന് ഇരയായി പോകുന്ന തരത്തിലുള്ളവരെയാണ് ഇതിനായി ഇവർ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നതെല്ലാം വിശ്വസിച്ച് അതിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ പൂർണ്ണമായും മുതലെടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിലാണ് ഇപ്പോൾ 80 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തതായി പറയുന്നത്. ഇതിൽ ഏതാനും സുധീഷ്, ഈ ഒരു സ്ത്രീക്ക് മാത്രം ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല. ഇതിൽ പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? രജനി, ഇത് ഇവരുടെ ഒരു തട്ടിപ്പ്, ഇവരും കുടുംബവും നേതൃത്വം നൽകുന്ന ഒരു തട്ടിപ്പാണ്. ഇതിന് ചില ശബ്ദ സന്ദേശങ്ങളുണ്ട്. അതിൽ പറയുന്നതൊക്കെ തന്നെയും കല്യാൺ ജുവലേഴ്സിൽ നിന്ന്, കല്യാൺ സിൽക്സിൽ നിന്നാണ് എന്ന തരത്തിൽ സംസാരിക്കുക. അവർക്ക് ചില ഗോഡൌണിൽ വെള്ളം കയറുന്ന സാഹചര്യമാണ്, അതുകൊണ്ട് 2 ദിവസം കഴിയും പണം നൽകാൻ എന്നും മറ്റും പറയുന്ന ശബ്ദ സന്ദേശങ്ങൾ. അത് ഇവരെ കേൾപ്പിച്ചുകൊണ്ട് കല്യാണുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക. എന്നാൽ ആൾക്കാർ കല്യാണിൽ നേരിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഈ തട്ടിപ്പറയുന്നത്. അപ്പോൾ കല്യാൺ സിൽക്സിൽ നിന്ന് വിളിക്കുമ്പോൾ ഇവർ പറയുന്നു അത്തരത്തിൽ ആൾക്കാർ വന്നെങ്കിൽ അവർക്കെതിരെ പോലീസിൽ പരാതി നൽകണമെന്ന് അവിടുത്തെ ജീവനക്കാരനോട് നിർദ്ദേശിക്കുന്ന ശബ്ദ സന്ദേശം അടക്കം ഉണ്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ആര് ബന്ധപ്പെട്ടാലും അവരെ വാക്കുകൾ കൊണ്ട് ഒരു തട്ടിപ്പ് നടത്തുന്ന, ഇല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചത്. അത്തരത്തിലെല്ലാം ഉള്ള തെളിവുകൾ നൽകിയിട്ടാണ് പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാത്തത്. ഒരുപക്ഷെ ആ വസ്ത്രവ്യാപാര സ്ഥാപനവും പോലീസിന് പരാതി നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും. രജനി, കോൺഗ്രസ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന വലിയ സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ്. 80 ലക്ഷത്തിലധികം രൂപയാണ് പലരിൽ നിന്നായിട്ട് തട്ടിപ്പ് നടത്തിയത്. പലപ്പോഴും പോലീസിൽ പരാതി നൽകിയിട്ട് പോലും നടപടി എടുക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.